രേണു ചേച്ചിയെ എന്ന് വിളിച്ചപ്പോ നമ്മുടെ രേണു സതിക്ക് പിടിക്കുന്നില്ല. കാരണം മോളെ എന്ന് വിളിച്ചാൽ മാത്രമേ രേണുവിന് പിടിക്കത്തുള്ളൂ, അല്ലാത്ത പക്ഷെ രേണുവിന് പിടിക്കത്തില്ല. കാരണം ഇപ്പോഴും നമ്മുടെ ഗൂഗിളിൽ ഇടയ്ക്ക് നോക്കിയപ്പോൾ എത്ര 26 വയസ്സെങ്ങാണ്ടേ കാണിച്ചോളൂ. എന്നെക്കാൾ ഇളയതാ, ആ ലെവലിലാണ് കിടന്നത്. പിന്നെ അതിപ്പോൾ തിരുത്തി മാറ്റിയിട്ടുണ്ട്, ഇപ്പം 31-45 ആക്കിയിട്ടുണ്ട്. അത് വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ രണ്ടും ഒരുമിച്ചെന്നല്ലേ, രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഒരുമിച്ചിരുന്ന് ചെയ്യണമെന്ന് എനിക്ക് ഡാനി സത്യനും ഒരു ആഗ്രഹം. അങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടിയ സമയത്ത് ഒരു വീഡിയോ ആകാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുമിച്ചൊരു വീഡിയോയ്ക്ക് കയറിയത്. അല്ലേടാ ഡാനി? ഒന്ന് പോയിന്റ് ക്ഷീണം മാറിയിട്ടില്ല. അങ്ങ് എവിടെ? കോട്ടയം തൃക്കടിത്താന. ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രേണുവിന്റെ കുടുംബത്തിലിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചി സുഖമല്ലേ? അതുപോലെ നമ്മളെ തങ്കം ചേട്ടാ സുഖമല്ലേ? കാണാനില്ല, കുറെ കാലം അന്നവിടെ വെച്ച് കണ്ടത്. പിന്നെ തങ്കം ചേട്ടനെ കാണാറില്ല. അന്വേഷിക്കുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും, ഞാൻ എടുത്ത് പറയുന്നുണ്ട് തങ്കം ചേട്ടനെ കാണണം, തങ്കം ചേട്ടനെ കാണണമെന്ന്. നമുക്ക് ഏറ്റവും കൂടുതൽ പതനം ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളും ഉണ്ട്. സന്തോഷമുള്ള വാർത്തകളൊക്കെ അറിയിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു പടത്തിലേക്ക് പോവാം. അത് ഏത് പടമാണെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് തീർന്നതിന് ശേഷം നിങ്ങൾ ഏത് പടം ഓക്കെ നമുക്ക് തുടങ്ങാം. സമയങ്ങൾ ഏത് പടമായിരിക്കും? ആ പടം സമയം കളയണ്ട, വിട്ടെ. പിള്ളേരെ കാണട്ടെന്നേ. ആ ഇരിപ്പ് കണ്ട ഇതാരാ? പുതിയൊരു ബടൻ യുദ്ധഭൂമിയില്. ക്യാമറയുടെ ആംഗിൾ അങ്ങോട്ട് ശരിയല്ലല്ലോ. ഇത് സംഭവം വേറെ ഒന്നുമല്ല. ഇവക്കറിയാം എന്ത് കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ ഓൺലൈൻ മീഡിയാസ് ഷൂട്ട് ചെയ്ത് എടുത്തിടും. നെഗറ്റീവ് അല്ലേ, തള്ളക്കുള്ളി നന്തക്കുള്ളി കിട്ടിയാലും കുഴപ്പമില്ല. റീച്ച് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതുണ്ടല്ലോ, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല, എല്ലാം സുധിച്ചേട്ടന് വേണ്ടി ഒന്ന് ആലോചിക്കുമ്പോ ഒരു സമാധാനം. എന്ത് ചെയ്ത ഇവിടെ? പോട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ആരാണ് രേണു? പുതിയ ഒരു ഇവനൊന്നും കണ്ടിട്ടില്ലേ? ഓരോ പുതിയ അവതാരങ്ങൾക്ക് പിറവി കൊടുത്തു വിടും. സജിനെ ഓർമ്മയുണ്ടോ നമ്മളെയൊക്കെ ഇപ്പൊ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, സജിന്റെ അടുത്താണ്. പോട്ട്, ഓർമ്മ വന്നപ്പോ പറഞ്ഞു. കുറച്ച് കയ്യിലുള്ള സാധനങ്ങള് അതെങ്ങനെയാണ്? പിന്നെ കൊച്ചിയിലായാലും ആഫ്രിക്കയിലായാലും ഇപ്പൊ രേണു ആരാണ്? ഇന്റർനാഷണൽ സ്റ്റാർ അല്ലേ? ഇന്റർനാഷണൽ സ്റ്റാർ. ദുബായിലെങ്ങാണ്ടൊക്കെ പോയിട്ട് അല്ലേ? കപ്പലുണ്ട്, അത് തന്നെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അവിടെ എന്തോ ബിസിനസ് ഉണ്ട്, ഏതോ കസ്റ്റമർ ഇവക്ക് എന്തോ കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് ഒക്കെ കൊടുക്കുക. കസ്റ്റമർ അവിടത്തെ ബിസിനസ്സിലുള്ള മെയിൻ അവിടുത്തെ ഐറ്റം ഡാൻസുകാരിയല്ലേ ബാർ ഡാൻസർ. പേര് മറിപ്പോയത്. ചേച്ചിയുടെ ഡാൻസ് അല്ലേ? രണ്ടു ഫാൻസ് ഉണ്ടെങ്കിൽ അസംബ്ലി ചെയ്യട്ടാ കമന്റ് ബോക്സില്. ഇപ്പൊ കൊറേ പേര് പറയും നിനക്കൊന്ന് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലേടാ എന്ന്. വർഷങ്ങൾ കൊണ്ട് നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അത് വിട്, ഞങ്ങളുടെ സമയം കാണിക്കുന്ന വിവരക്കേടും തോന്നിയ ദിവസം ആയിക്കോട്ടെ. എല്ലാം തികഞ്ഞ് നിങ്ങളൊക്കെ വന്ന് കമന്റ് ഇടുന്ന നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ പറയരുത്. സോറി, അവർ പണിയില്ലെങ്കിൽ വന്നിരുന്ന് കമന്റ് ഇടുന്നില്ലേ? ശരിയാ. മറ്റവനും ഉണ്ട്. ആര്? ദാശേട്ടൻ കോഴിക്കോട്. അയ്യോ അണ്ണാ സുഖല്ലേ? അണ്ണൻ വാരി കൊടുക്കുകയാണ്. നോക്കാം. ഇപ്പുറത്തിരിക്കണോ നോക്ക്, പ്രജീഷ്. ഞാൻ അവനെ കണ്ടില്ല കേട്ടോ, ഇവനെ മാത്രമേ ഞാൻ കണ്ടോളൂ. അണ്ണന്മാരെല്ലാരും ഉള്ള സ്ഥിതിക്ക് ഉള്ള ഇതെന്താ പറയാൻ നിൽക്കണ രണ്ടും കൂടി? നീ ഇപ്പൊ അത് കണ്ടു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും തേങ്ങ പറിക്കാൻ നോക്കുവാണോ. ഇതെല്ലാം സുനിച്ചേട്ടൻ കാണുന്നുണ്ടോ എന്തോ ദൈവത്തിനറിയാം. എല്ലാം സുനിച്ചേട്ടന് വേണ്ടിയിട്ട്. ചേർത്ത് പിടിച്ചു അന്നേരം ചേർത്തിട്ട് തന്നോളൂ. നമ്മൾ തെറ്റിദ്ധരിച്ചു. നീ വെച്ചോ എപ്പോഴാ കണ്ടുകൊണ്ടാണ് അതൊക്കെ തെറ്റ്, മോശം.
ഓ, സിക്സ് പാക്ക്. അല്ല, അത് ഓരോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ ഇതുകൊണ്ട്. ദാസേട്ടാ ഇങ്ങനെയല്ലായിരുന്നു, സിക്സ് പാക്ക് ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെ വയറ് ചാടിയ. രേണുവിന്റെ കൂടെ പോകുമ്പോഴേ അറിയാലോ ഉള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും ഐസ്ക്രീമും അതും ഇതൊക്കെ കഴിക്കുന്നതിന്റെ സിപ്പൊക്കെ കുടിക്കാറുണ്ട് പുള്ളിയുടെ ഇതിന്റെ ഒന്നും കൂടെ ഇതിന്റെ ഒന്നും കൂടെ എന്താ പറയാ, ഇതിന്റെയൊക്കെ വീഡിയോ കാണാൻ ആര് കിടക്കുന്നില്ല, നമ്മൾ കിടക്കല്ലേ. ആരാണ് അത് ഡയറക്ഷൻ ചെയ്യണത്? ചേർത്ത് പിടിച്ചാൽ നല്ല ഡയറക്ടർ ആട്ടോ. അല്ല, ഓൺലൈൻ മീഡിയക്കാർക്കും എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുക്കും ഡയറക്ടർ ചോദിച്ചിട്ട് കാര്യങ്ങൾ. പിന്നെ നീക്ക് എന്തിനാണ് ഈ ഡയറക്ട് ചെയ്യുന്നത്? എടാ എസ്മയാണ് ഇത്, നിങ്ങൾ എസ്മ വയലിനകത്ത് വെച്ച് ആ പരിപാടി ലൈറ്റ് വിത്ത് ഇത് കാണുമ്പോൾ പറയും എന്തോടാ അവര് അഭിനയത്തിന് വേണ്ടിയല്ലോ ഉമ്മ വെച്ചോ, സിനിമയിൽ ഉമ്മ വയ്ക്കില്ല. എടേ സിനിമയായിട്ടൊന്നും ഈ അവരാധങ്ങളെ കമ്പയർ ചെയ്യല്ലേ, സത്യമുള്ള കാര്യം പറയാം. ഇതിന്റെയൊക്കെ വിചാരം ഇതൊക്കെ ബാഹുബലി 3 എടുക്കണം എന്നാണ്. ഇയാള് മുതലാക്കുവാണോ? അവള് പിന്നെ സോറി, അത് സുധിച്ചേട്ടന് വേണ്ടി രേണുവിനെ കുറ്റം പറയാം. എല്ലാം സുനിയേട്ടന് വേണ്ടിട്ട്. സുനിയേട്ട പാവമാണ്, സുനിയേട്ടന് വേണ്ടിയിട്ടാണ് എല്ലാം. അങ്ങനെ കൊടുത്തു പോട്ടെ. ഡയറക്ടറെ അറിഞ്ഞോട്ടാണോ ഡയറക്ട് ചെയ്യുന്നത്? അങ്ങനെ കൊടുത്തു പോട്ടെ എന്ന്. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ട ഡയലോഗ്. കമ്മ്യൂണിറ്റിക്കെല്ലാം വല്ല അടിയോ? എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല, ഇത് വേറെ എന്തോ സാധനമാണ്. എടേ, ഈ വീഡിയോ അഥവാ പോവാണെങ്കിൽ ഇത് കൂടിയേനെ വന്ന് യൂട്യൂബിന് മനസ്സിലായിട്ട് അതുകൊണ്ട് തൂക്കി എറിഞ്ഞെന്ന് വിചാരിച്ചാൽ അങ്ങനെ വിചാരിച്ചാൽ മതി. ഓ തീർന്നു. ഇപ്പുറത്തെ കയ്യിലേക്ക് കടത്തുന്ന രീതി വന്നേ. ചോദിക്കാനും പറയാൻ ആരുമില്ല. അതെ, എന്റെ ദാസേട്ടാ വീട്ടിൽ ആരും ഇല്ലേ ദാസേട്ടാ? ഞാൻ അറിയാൻ പറ്റോണ്ട് ചോദിക്കുക. നമ്മളൊരു തമ്പലേനും എന്തെങ്കിലും എഴുതി കാട്ടി വിടുമ്പോ ദാസേട്ടൻ അപ്പൊ പിണക്കം വരും. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ദാസേട്ടാ. അഭിനയമല്ലേ, ദാസേട്ട ആർക്ക് വേണ്ടി ആയിക്കോട്ടെ, രേണു എല്ലാ സുധിയേട്ടന് വേണ്ടിട്ട്. അതെ അതെ അതെ. ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയില്. സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നീ ക്ലിപ്പുണ്ടെന്ന് ഇപ്പൊ ഇമാതിരി ക്ലിപ്പാണെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഇതൊക്കെ ഒറിജിനലാ? എന്തോ സുനിയേട്ടല്ലല്ലോ, ദാസേട്ടൻ എന്നായിട്ട് പറയുന്നേ. ഇനി ഇത് പോട്ട്. എടേ ഇതെന്ത് പറയാനല്ലേ? എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അഭിനയ കലയിൽ ഇതൊക്കെ ഉള്ളു. അഭിനയമാകുമ്പോ ഇവര് ബാഹുബലിയൊക്കെ പോലത്തെ പടങ്ങൾ എടുക്കണോണ്ടേ അഭിനയമല്ലേ മെയിൻ. ഞാനിതാ അഭിനയിക്കാൻ പോകത്തത്. ഇത് ഒരു കാര്യം ചെയ്താൽ മതി. ദാസേട്ടനും രേണുമുടി ലക്ഷ്മി ദീപ്തിയെ സമീപിക്കുക. അവിടെ മറ്റേ ഇപ്പൊ എസ്മ മാറി സിഗ്മ ആയിട്ടുണ്ട്. സിഗ്മ സീരീസിൽ കയറാം. കുറച്ചുകൂടി നല്ല ഏണിങ്സും കിട്ടും, നല്ല നല്ല സ്ഥലങ്ങളിലും എത്തും. അല്ല, അത് കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. കേരളം മൊത്തം കാത്തിരിക്കുന്ന ഒരു വ്യക്തി ആവുമ്പോഴേ ഓഫറൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ദാസേട്ടൻ വേണം അത്യാവശ്യം നല്ല ജിമ്മും സെറ്റപ്പും ബോഡിയും കാര്യങ്ങളൊക്കെ തന്നെ. നോർത്ത് ഇന്ത്യൻസ് പോലും ഇത്ര അല്ല, ദാസേട്ടൻ ഇത്രയും ഫെയിമും കൂടി ആയതുകൊണ്ട് സിഗ്മയിലൊക്കെ കയറി കഴിഞ്ഞാൽ പറക്കും. ഒന്ന് വെച്ചാല് പുള്ളിയുടെ ഒരു വളർച്ച എന്ന് വെച്ചാൽ പണ്ട് കോമാളിയാക്കിയതാണ്. ഇപ്പോഴും പിന്നെ കോമാളി അല്ല, നീ പോടാ. ഇടയ്ക്ക് പിന്നെ പുള്ളി മാസൊക്കെ ചെയ്ത് വേറെ അങ്ങനെ അത് ഇടയ്ക്ക് നല്ല കണ്ടന്റ് പോയതാണ്. പിന്നെ വീണ്ടും കോമാളിയായി, കാട്ടുകോമാളിയായി. ഇപ്പൊ അവരാതിയായി. ഇപ്പൊ പിന്നെ എല്ലാ മേഖലയും പോകുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ SI MSI ഒക്കെ പിടിക്കുന്നുണ്ട്. കണ്ണാടി വെച്ച് കാണാം, കണ്ണടിച്ചു പോയായിരുന്നു. അതെ, ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇനി വേറെ വിഷയത്തിലോട്ടാണ് പോകുന്നത്. ഇത് ഞാൻ മുന്നേ വീട് ചെയ്തതാണ് ഈ കേസ്. അതായത് അനുമോള് ഇവള് പറയുന്നുണ്ട്, ഇവക്ക് എന്തിന്റെ ചുരുക്കാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുകയാണ്. ചുമ്മാ വെറുതെ ഇരിക്കുന്ന അവളെ പിടിച്ചിട്ട്. ഞാൻ അവളോട് സംസാരിച്ച സമയത്തും അവൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഒരു രീതിയിലും ഇവരുമായിട്ടൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പും വയ്ക്കാൻ താല്പര്യമില്ലെന്ന് എൻ്റെ അടുത്ത് എടുത്ത് പറഞ്ഞൊരു കേസാണ്. ഞാനപ്പോൾ ചോദിച്ച സമയത്ത് മനസ്സിലാക്കിയാണ് സത്യമല്ലേ അവൾ പറയുന്നത്. ഇതുപോലത്തെ അളിഞ്ഞ കേസുകളെടുത്ത് എന്തിനാണ് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നത്? നാറ്റ കേസാണ്. നിങ്ങളല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഞാൻ രേണുവിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും പോയെന്ന് പറഞ്ഞു നോക്ക്. അപ്പോഴും മനസ്സിലാവും ആൾക്കാരെടുക്കുന്ന ഒരു രീതി. അതുകൊണ്ട്
നോട്ട് ദ പോയിന്റ്. ഇനി അനുമോളുമായി ബന്ധപ്പെട്ടിട്ട് ഓൺലൈൻ മീഡിയ ചോദിക്കുന്ന ചോദ്യവും രേണു കൊടുക്കുന്ന മറുപടിയും. ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ ചർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസിൽ ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു. എല്ലാവരും അനുമോളം ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. അതിനും ഓക്കെ, ഈ ബിഗ് ബോസ് അനുമോൾ റിലേറ്റ് ചെയ്തിട്ട് രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ബിന്നിയുടെ പ്രോഗ്രാമിന് അനുമോൾ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് എന്താണ് അവൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഇവള് അനുമോൾ പോകുന്നതോ പോകാത്തതോ ഇവളുടെ സബ്ജക്റ്റ് ആണോ? ഈ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് പണ്ട് വീട്ടില് ചാറ്റിലടിച്ച് തന്നെ ചോർച്ചയെന്ന് പറഞ്ഞുകൊണ്ട് ചോദിപ്പിച്ച മോളാണ് ഇവള്. അതുപോലെ അടുത്തൊരു വിഷയം അനുമോളുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളിടുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അവരെ കൊണ്ട് ചോദിപ്പിക്കുന്നതാണ് നൈസായിട്ട്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം, അതിന് ഞാൻ ഒരു ഉത്തരം തരും എന്നുള്ള സെറ്റപ്പിൽ. ചുമ്മാ അവളെ പോയി ചൊറിയാൻ നിൽക്കണ്ട. നിന്നെ പോലെ വിവരം ബോധം പൊക്കണോ ഇല്ലാത്ത ടീമല്ല. അതുകൊണ്ട് ചുമ്മാ അവളെ ചൊറിഞ്ഞിട്ട് നിന്റെയൊക്കെ പോലത്തെ നിലവാരമില്ലാത്ത ടീമിനോട് ഫൈറ്റ് ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ല. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അവൾ എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് അവൾക്കൊരു റെസ്പെക്റ്റും സ്നേഹവും ഉണ്ട്, പക്ഷെ നിന്നെ ഒരു വിലയും ഇല്ല. അതുകൊണ്ട് ചുമ്മാ അവിടെ പോയി കിടന്ന് മാറ്റാൻ നിൽക്കാതെ അളിഞ്ഞ കേസുകൾ. മുന്നേ പല പല പ്രോഗ്രാമുകൾ വന്നു. ഒന്നുകിൽ ഞാൻ അപ്പൊ ദുബായിൽ പോയി കഥിച്ചു. അയ്യോ, ഞാൻ ഇപ്പൊ ജുമൈനിൽ പോയിരിക്കണം. നീ ആര്? നീ എപ്പോ ജുമൈ കണ്ടത്? അവിടുത്തെ ഡാൻസ് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡാൻസ് പോലും ഓർമ്മത്താക്കി. ഓ, ഇവളെ വിചാരം അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. എനിക്കൊരു പ്രോഗ്രാം എന്നെ പിന്നെ വിളിച്ചായിരുന്നു. പിന്നെ നിന്നെയൊക്കെ വിളിക്കും, കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ. പിന്നെ ബുദ്ധിമാരിയാ, ബിസിനസ് അല്ലേ ഇപ്പൊ അവള് ചെയ്യാൻ പോകുന്നത്. ഇവള് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അത് റീച്ച് ആവും. കോണ്ടന്റ് ഇല്ല, അവിടെ സ്ഥാപനം 10 ആൾക്കാരുടെ എത്തുകയും ചെയ്യും. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഇവള് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതും ഇവള് പ്രൊമോഷൻ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പൊ ബാക്കി ആകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി ബാക്കി ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് ഡൗട്ടാണ് കേട്ടോ. പുള്ളി പറയുന്നത് വെച്ചോട് കേട്ടോളാം. ആര്? രേണു അങ്ങനെ പറയുന്നത്. രേണു പറയുന്നല്ലേ ഉള്ളൂ. ഈ സ്ഥാപനങ്ങളൊക്കെ കൂട്ടിപ്പോയി ഇപ്പൊ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കല്ലോ ഉറപ്പുണ്ടോ? അതും ശരിയാണല്ലേ. എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഇത് എന്റെ മാനേജർ ഈ പ്രോഗ്രാം കൺഫേം ആക്കി. മാനേജർ തങ്കഞ്ചേട്ടൻ. അല്ല, തങ്കഞ്ചേട്ടനായിരിക്കും മാനേജർ. പണ്ടത്തെ മാനേജർ തങ്കഞ്ചേട്ടനായിരുന്നു. എന്റെ മോളെ ഇവൻ സാറേ. പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെയായിരുന്നു തങ്കച്ചേട്ടൻ. ഇനി പ്രായം ചെന്ന മനുഷ്യന് എനിക്ക് എന്തോ പോലെ എനിക്ക് പുള്ളി പറയാനേ. അതെ, അത് വേണ്ടല്ലേ. ഇനി അവരാധീന അങ്ങനെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, അതിലൊന്ന് ചൂണ്ടി കളക്കിയായിരുന്നു. അതെ, പിന്നെ ഇതിനെ ഉണ്ടാക്കുകയും ചെയ്തേ. ഇനി വേറൊരു വോയിസ് ഞാൻ കൊടുക്കാം. അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അനുമോള് സംസാരിക്കുന്ന വോയിസാണ്. ഗോൾഡൻ ഡയറീസിലെ ഭവിതയുടെ അടുത്താണ്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ നമ്മൾ എന്തോ ചർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷനാണ്, ആ ഒരു ലോഞ്ചിന് ആ കാര്യം അവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന്റെ ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എന്റെ നാട്ടിലെ അമ്പലത്തിൽ എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകുമായിരുന്നു ഞാൻ ഓൾറെഡി നൂബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നൂബിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണോ അനുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേര് ഈ ബിഗ് ബോസിൽ മറ്റേ തത്തമ്മയെ നോക്കിക്കൊണ്ടിരുന്ന കരഞ്ഞുകൊണ്ടിരുന്ന ടീംസാണ് ഇവളെ വിചാരം. മറ്റേ ഇവള് സ്വന്തമായിട്ട് ഇറങ്ങി പോയെന്നാണ്. ഇപ്പോഴും അത് മാറിയിട്ടില്ല. ഇവൾ ഇപ്പോഴും അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അല്ലാതെ ഇവളെ പോയി ചൊറിയേണ്ട വല്ല ക്രിമികേടുമൊക്കെ ഉണ്ടാ. എന്റെ റിതപ്പനെ ആര് നോക്കും? എന്റെ കുഞ്ഞ് എത്ര ദിവസം ഇല്ലാതെ ഇരുന്നിട്ടില്ല. അവളാണ് ദുബായിലും 10-15 ദിവസമൊക്കെ കിടന്ന് ആറായിടരുത്. ഇനിയിപ്പോ കുറെ പേര് പറയും നിങ്ങൾക്ക് വിട്ടുവിടണോ, പിടിച്ചുവിടണോ. ഈ ഒരു കേസ് ഞാൻ ഓൾറെഡി വിട്ട സമയത്താണ് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് ശേഷം എനിക്ക് പിന്നെ തമ്മിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ ഓർമ്മയുണ്ടോ? എല്ലാരും പറയുന്നത് അഭിനയമെന്നാ പറയുന്നത്. ഞാനെന്തെയും കൂടെ ഞാൻ ആ വീഡിയോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവൻ തെറ്റിദ്ധരിച്ചതാ അല്ലേ അച്ചായ. ഞാൻ പിന്നെ അത് അന്ന് ബോധിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ രേണുവുമായി സംബന്ധപ്പെട്ട് കണ്ടന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നീ ചെയ്തപ്പോഴാണ് 2 വീഡിയോ അടുപ്പിച്ച് ചെയ്തു. പക്ഷെ ആ വീഡിയോക്ക് ഇവന് പോസിറ്റീവായിട്ട് സംസാരിച്ചു. ഇവന് ഓരോ വ്യക്തി ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അതിനെ ചൂണ്ടിക്കാണ്. ഞാൻ പോട്ടെ, അതെന്തിനാവട്ടെ. പക്ഷെ അത് ആൾക്കാരെല്ലാം സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ അതാ ഒരു സെൻസിൽ എടുത്തോളൂ. ഞാൻ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. പോട്ടെ, ഞാൻ ചെയ്ത വീഡിയോ നീ കണ്ടില്ല. ഞാൻ എന്തോ അതിനകത്ത് പറഞ്ഞു, പിന്നെ ബൂസ്റ്റ് ചെയ്ത് സംസാരിച്ചേ. അത് അവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കി. ഓക്കെ എന്തായാലും ചെയ്യും. ബാക്കി നമുക്ക് സംസാരിക്കാം.
ഓക്കെ ഓക്കെ. പേരുണ്ട്. അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം കളഞ്ഞ് അവിടെ ഓരോ വിലപ്പെട്ട സമയം കളഞ്ഞ് വിളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം. എൻ്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഒരു കാര്യമാണ്, രേണു ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു വിലപ്പെട്ട സമയം കളഞ്ഞ് വിളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം. എൻ്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഒരു കാര്യമാണ്, രേണു ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു വെച്ചേക്കാണ്. എനിക്കിപ്പോഴും അനുമോളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ പോലെയുള്ള ചീഞ്ഞ കേസൊക്കെ റിപ്ലൈ കൊടുക്കണ്ട. അത് തന്നെയാണ് ബെറ്റർ അല്ലേ? അതായിരിക്കും ബെറ്റർ. എന്തിനാണ് അല്ലെങ്കിൽ ഇതിനെയൊക്കെ പോലെയുള്ള ഇവള് റിപ്ലൈ കൊടുത്ത് ഇവളുടെ വില കളയാൻ എന്തിന്? അതത്രേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും അത് പിന്നെ രേണു പണ്ടേ ബോധം വിവരമൊന്നുമില്ല. അച്ഛൻ്റെ പേര് ചോദിച്ചാൽ അച്ഛൻ്റെ പേര് പറയും. ആ ഒരു ടീമാണ് അത്. അങ്ങനെയാണ്. അതുകൊണ്ട് ചോദിക്കുന്ന റിപ്ലൈ അതൊരു തരത്തിൽ പ്രതീക്ഷിക്കണ്ട. സ്കൂളിന്റെ വരാന്ത എവിടെ കൂടെയെങ്കിലും ഒക്കെ കാണണ്ടേ? ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ കൊടുക്കേണ്ട. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ ആരും ഉണ്ടായിരുന്നോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് ആരും കോൺടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ആർക്കും ഇത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇവർക്ക് എന്ത് പ്രശ്നമൊന്നും. അനുമോടെ സംസാരത്തിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവക്ക് കണ്ടെടുത്ത കണ്ടുകൂടാ അല്ലേ? സാധാരണ ഒരു ചെറിയൊരു വിഷയമാണെങ്കിൽ അനുമോൾ ഇങ്ങനെ സംസാരിക്കുന്നില്ല. ഇവർക്ക് എന്തിന്റെ ഇതാണെന്നുള്ള രീതിയിൽ അവൾക്ക് നല്ല കലിപ്പുണ്ടെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. നിന്നോട് അനുമോൾ എന്ന് പറഞ്ഞാൽ സംസാരിച്ചാ പിന്നെ അവൾക്ക് കലിപ്പ് കാണത്തില്ല. കാരണം ചുമ്മാ ഇരിക്കുന്ന അവളെ ഇവിടെ പോയി ചൊറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു പ്രശ്നമില്ലാതെ വെറുതെ ആയിരിക്കുമ്പോൾ എന്നെ എടുത്ത് വന്ന് ചൊറിഞ്ഞ് എനിക്കും തോന്നുന്നു. ഞാൻ അറിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അനുമോൾക്ക് സുധിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ ഒരു ബന്ധം കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതായത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ റെസ്പെക്ട് ഒരു സ്നേഹമുണ്ട്. അത് ഇവളുടെ അടുത്ത് ഇല്ല. അത്രേ ഉള്ളൂ. അത് ഇനി അടുത്ത വെക്ക് മീഡിയക്കാരും ഇത് അടുത്തിനി കൊണ്ട് ഗുണകടി. അനുമോളുടെ വളർച്ചയിൽ അസൂയാണ് രേണു എന്നാണ് അത് പറയുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അത് അസൂയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്ക് കിട്ടുന്ന സപ്പോർട്ട് ഒരു വേറെ ലെവലാണ്. ഇവക്ക് കിട്ടുന്ന സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിൻ ജോസ് പെരേര, അറട്ടണ്ണെ, വേറൊരു താടി വളർത്തിയമായി, പിന്നെ ദാസേട്ടൻ, പ്രജീഷ്, ഇവരുടെയൊക്കെ സപ്പോർട്ടാണ്. പിന്നെ കുറെ വിവരബോധം പൊക്കണോ ഇല്ലാത്ത സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കുറെ ടീംസിന്റെ സപ്പോർട്ട് വേറൊന്നും നമുക്ക് കിട്ടുന്നില്ല. അനുമോളെ വളർച്ച ഞാനിതിനാണ് ആശ്രയിക്കുന്നത്. അനുമോളെന്ന് പറയുന്നത് കൊല്ലം സുധിച്ചേട്ടൻ്റെ ഒരു സഹപ്രവർത്തകയാണ്. പറയുന്ന കേട്ട് കഴിഞ്ഞാ കൊല്ലം സുധിച്ചേട്ടന്റെ സഹപ്രവർത്തകയാണ്. അപ്പൊ കൊല്ലം സുധിച്ചേട്ടൻ ആരായിരുന്നു? ബാഹുബലി 3 പ്രഭാസായിരുന്നു. അല്ല, ഈ സുധി എന്ന് അറിയാൻ തുടങ്ങിയത് മരിച്ചതിന് ശേഷം 10 ആൾക്കാർ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. അനുമോള് തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വർഷം മുന്നേ അറിയാവുന്നതാണ് ഈ ബിഗ് ബോസിലെ ഷാനവാസിക്കൊക്കെ, രേണു ചേച്ചിക്കും, പിന്നെ ഒരാളെ ജിഷൻ ചേട്ടനും എന്നെ അറിയാം. ഓക്കെ, അത് അനുമോള് പറഞ്ഞു. അത് അവളുടെ ക്വാളിറ്റി. നിന്നെ താല്പര്യം ഇഷ്ടമില്ലെങ്കിലും അവൾ അങ്ങനെ പറഞ്ഞു, ഒരു ഭംഗി വാക്കെങ്കിലും പറഞ്ഞു. പക്ഷെ നീയാണ് ഈ ഓൺലൈൻ മീഡിയാസിന് വൈറ്റിട്ട് കൊടുക്കുന്നത്. നിനക്ക് വിവരം ബോധം പൊക്കണമൊന്നുമില്ല. നീ ഇതെന്ത് തേങ്ങയാണ് പറയുന്നത്? നീയാണ് അവളെ കുറ്റം പറഞ്ഞത്. അവളെ കുറ്റം പറഞ്ഞതിനെ തുടർന്നിട്ടാണ് അവൾ എക്സ്പ്ലനേഷൻ ഇടേണ്ട ഒരു ഗതികേടിലോട്ട് പോയത്. എന്നിട്ട് നീ അവളെ വന്നിരുന്നു കുറ്റം പറഞ്ഞത്. തന്തേക്കാൾ മോശം കേവലം തന്തേ പറയരുത്. അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, സുധിച്ചേട്ടൻ്റെ സഹപ്രവർത്തകർ അവരെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം. എനിക്ക് ഒന്ന് തേങ്ങ പറയാനില്ലേ കോപ്പ്. അതിന് അനുമോളുടെ വളർച്ച അന്ന് തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സന്തോഷമുള്ളൂ. അയ്യോട്ടോ, നിനക്ക് സന്തോഷമോ? അനുമോള് വളരെ എന്ത് അസൂയ? എനിക്കൊരു അസൂയയില്ല. അവര് വിന്നറായത് അവരുടെ കഴിവുകൊണ്ടാണ് വിന്നറായത് അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഭയങ്കര തിരക്ക്. കുറെ ചീഞ്ഞളിഞ്ഞ ആൽബവും ഷോർട്ട് ഫിലിമും. ഞാനൊരു എന്താ പറയാ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ്. ഇപ്പം വളർന്നു വരുന്നത് ചെറിയ രീതിയിൽ വെച്ചിട്ട് അനുമോളൊക്കെ ചെറിയ രീതിയിലുള്ള പറ കേക്കട്ടെ. ചെറിയ രീതിയിലുള്ള ഏറ്റവും വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ അങ്ങനെ പറയും. എനിക്കൊരു അനുമോളുടെ വളർച്ച എനിക്കൊരു അസൂയയില്ല. ഒരു അനുമോടെ ഒരു സെലിബ്രിറ്റി വളരുന്നതിന് എനിക്ക് ഒരു അസൂയയില്ല. എനിക്ക് സന്തോഷം മാത്രമല്ല. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. നിന്നെ ചോദിക്കണം നിന്റെ അടുത്ത് എന്ത് കീരത്ത് ചോദിച്ചത്, നീ എന്ത് കീരത്ത് പറഞ്ഞത്? പിന്നെ നിന്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം എന്താ? നീ ഉണ്ടാക്കി വെച്ചത്, നീ ചോദിപ്പിച്ച ചോദ്യം. കണ്ടോണ്ടിരിക്കുന്ന പോങ്ങന്മാരല്ല. എന്റെ ഒരു ഇതാണ് ഇതിനകത്ത് അവര് പറയുന്നത് അനുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നല്ല പറഞ്ഞേ, പിന്നീട് അവിടെ പോയോ, പിന്നീട് സമയത്താണ് പിന്നീട് അത് ഞാൻ പറയാൻ കാരണം അന്നാണ് പിന്നീട് പ്രോഗ്രാം നടക്കുന്നത് അല്ലെ. അനുമോളുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നീട് പ്രോഗ്രാം നടക്കണമെങ്കിൽ നീ എന്നാ കീരവത്തിനാണ് അതിൽ അനുമോള് പോവാത്തതിനെ പറ്റി സംസാരിക്കുന്നത്? നിനക്ക് എന്താണ് ഇവിടെ? ഇതെന്തേ? ഞാനൊന്നും പറയുന്നില്ല. ഇവക്ക് എന്തോ വെപ്രാളം കൊണ്ട് ഇങ്ങനെ ഓരോ വിവരക്കേട് പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ അല്ലാണ്ട് എന്തോ പറയാനാ? ഞാൻ പറഞ്ഞത് ഏതൊരു റീയൂണിയൻ അവരൊക്കെ ഒരുപാട് വെച്ചില്ല.
അവക്ക് പ്രാന്ത് റീയൂണിയൻ. ആ റീയൂണിയൻ ഒക്കെ വെച്ചിട്ട് എല്ലാരും കൂടെ ചേർന്നിട്ട് അതിനകത്ത് ഞാനും ഇല്ല അനുമോളും ഇല്ല. അനുമോള് തിരക്കായതുകൊണ്ടാണ് അനുമോള് വരാത്തത്, ഞാനും തിരക്കായതുകൊണ്ടാണ് വരാത്തത്. അതല്ലാതെ അനുമോള് വീട്ടിലിരിക്കുന്ന രേണുസുതി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ ആവശ്യം. ഞാൻ പറയുവാണെങ്കിൽ തന്നെ അവിടെ ഇവിടെ ഫോൺ വിളിച്ചൊന്നും സംസാരിക്കാറില്ല. ഞാൻ നേരിട്ട് മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ സംസാരിക്കാറ്. അതിനകത്ത് ആ വീഡിയോ ഇട്ട ആളുടെ അരികിൽ ഒരു വോയിസ് ഉണ്ട്, അത് സംസാരിച്ചത്. എനിക്കത് അതിനകത്ത് അനുമോളാണെങ്കിൽ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് രേണുവിന് അത് നേരെ പറഞ്ഞാൽ പോലെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? വളച്ചു പിടിച്ചാണ്. എങ്ങനെ സംസാരിക്കണം? വളച്ചൊടിച്ച് ചിലപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ മുക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം. അതെന്റെ ഇഷ്ടമാണ്. ഞാനൊരു വേറെ തെറ്റൊന്നും പറഞ്ഞില്ല. അവരെ പറ്റി ഞാൻ നല്ലത് അല്ല ചീത്തയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുവിന് തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് പ്രോഗ്രാം വന്ന് കാണുന്നത്. ഞാൻ തിരക്കായതുകൊണ്ട് ഞാനും വന്ന് കാണില്ല. അതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവര് പറയുന്ന പോലെ ഇങ്ങനെ എന്നാ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. റീച്ചിന് വേണ്ടിയിട്ടല്ലേ? റീച്ചിന് വേണ്ടിയിട്ട് അവർ വളച്ചൊടിക്കുന്നത്. ഞാൻ നേരെ ചൊവ്വേ കാര്യം പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ എന്റെ അനുമോളെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നോട് പറയത്തില്ല. എനിക്കാണെങ്കിൽ ഒരു തേങ്ങയും പറയാനില്ല. ഇവക്കാണെങ്കിൽ വിവരമില്ല, ബോധമില്ല, അവരെ കേട് മാത്രം. ഇതിനെ പറ്റിയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറയാനില്ലേ? ഒന്നും പറയാനില്ല. നിങ്ങളോ? ഞാൻ നിർത്തിയല്ല, വയ്യാത്തോണ്ട ഒന്നും പറയാനില്ല. നമ്മളെ വിവരക്കേട് പോകത്തണം, അവരായിരുത്തണം. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഇവർ പറയുന്നത് ഇവർക്ക് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നാളെ ഈ ആൾക്കാർ മുമ്പ് ഇറങ്ങി നടക്കാൻ പറ്റുമോ? അതും ഒരു ചെറിയൊരു ഡൗട്ടാണ്. കാരണം ആ ഒരു വേറെ ഒന്നും ചിന്തിക്കണ്ട, ഇറങ്ങി നടക്കണം വിട്. ഇവരെ പിള്ളേർ ഒരു മോനുണ്ടല്ലോ, അവൻ സ്കൂളിൽ പോകുമ്പോൾ അവൻ ഫേസ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. നിന്റെ അമ്മയല്ലേ അത്? നിന്റെ അമ്മ എന്താ ഇങ്ങനെ നടക്കുന്നത്? ആ ദാസേട്ടൻ്റെ കൂടെയൊക്കെയുള്ള വീഡിയോ അത് പറയണ്ടേ? കൊച്ചു നാളെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻ. ഇവർക്ക് ആ കൊച്ചിൻ്റെ അടുത്ത് ഒരു സ്നേഹമോ കൺസേണോ ഉണ്ടെങ്കിൽ ഇതൊന്ന് പേക്കൂത്തുകൾ കാട്ടി നടക്കും. എടാ, അത് ഓൺലൈൻ മീഡിയക്കാരത് എടുത്തിട്ട് അതുപോലെ എടുത്ത് വിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു സീനാണ്, അതൊക്കെ ആരെങ്കിലും എടുക്കാൻ സമ്മതിക്കുമോ? അപ്പോഴും ഇവിടെ നേട്ടത്തിന് വേണ്ടി തന്നെ നമ്മൾ എന്തായാലും ഇതെടുത്ത് റിയാക്ട് ചെയ്യും. അതൊക്കെ കൊണ്ടാണ് ഈ ഓരോ തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പൈസ കിട്ടുന്നിടത്ത് എന്ത് ഇല്ല. സ്വാഭാവികം. ഓക്കെ, എന്തായാലും മറ്റേ ചീഞ്ഞളിഞ്ഞ എന്ത് തന്തയിലായ്മ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പൈസ കൊണ്ട് മൂടാമെന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ അത് ആ കുട്ടികൾ നാളെ വളർന്നു വരുമ്പോൾ ആ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരും. നിന്റെ തള്ള ഇങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ ആണ് എന്നുള്ളൊരു ചോദ്യം ആ കൊച്ചു ഫേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുട്ടി തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ രേണു എത്ര പണം ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കിയിട്ടും സത്യം പറയാം. ഉള്ള കാര്യം പറയാം. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം. ഇതൊരു ചെറിയൊരു വീഡിയോ കേട്ടോ, വലിയ ഇതൊന്നും ഇല്ല, ചുമ്മാ തട്ടിക്കുട്ടി. അത്രേ ഉള്ളൂ. ബൈ ബൈ ബൈ.